ആദായ നികുതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ അവതരിപ്പിച്ചത്. നികുതി ഘടന ലഘുവാക്കിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട JPC റിപ്പോർട്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. JPC റിപ്പോർട്ടിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. BJP അംഗങ്ങൾ നൽകിയ ശുപാർശകൾ മാത്രം ഉൾപ്പെടുത്തിയെന്ന് ഹാരിസ് ബീരാൻ MP. പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം ചവറ്റുകുട്ടയിൽ ഇട്ടെന്നും ഹാരിസ് ബീരാൻ വിമർശിച്ചു. JPCയിൽ അവിടെ BJPയുടെ അംഗങ്ങൾക്ക് മാത്രം അവര് ഏതെല്ലാം ശുപാർശകൾ കൊടുത്തോ ആ ശുപാർശകൾ മാത്രം ആ നിയമത്തിന്റെ ഉള്ളിൽ, അതായത് ഭേദഗതി നിയമത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി പ്രതിപക്ഷത്തിന്റെ MP കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ചവിട്ടുകൊട്ടയിലിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് രാജ്യസഭയിൽ അവർ ടേബിൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ നിർദ്ദേശം തന്നെ അംഗീകരിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു പ്രതീക്ഷയും നമുക്കില്ല. നമ്മൾ എന്തിനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് പറഞ്ഞത്? പ്രതിപക്ഷത്തിന്റെ എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ അതൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കണമെന്നാണ് ഖാർഗെജി പറഞ്ഞത്. അപ്പോൾ അത് ഉൾപ്പെടുത്താതെ വീണ്ടും ഇതുപോലത്തെ ഒരു എക്സസൈസ് നടത്താനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് വെറുതെ സമയം കളയലും പൈസ കളയലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നൽകും. ബൽറാം, ഗുഡ് ഈവനിംഗ്. അപ്പോൾ ലോക്സഭയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ബില്ലിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലോക്സഭയിൽ നടന്നത് എന്താണ്? ഇനി അടുത്തതായി സഭ സമ്മേളിക്കുന്നത് എന്നാണ് ബൽറാം? ശ്രീനിത, ലോക്സഭയിൽ ഇന്ന് പ്രധാനമായും രണ്ട് സുപ്രധാനമായ നടപടികളാണ് ഉണ്ടായത്. അതിൽ ഒന്ന്, ആദായ നികുതി ഭേദഗതി ബില്ല് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിനിടെയാണ് ധനമന്ത്രി ഇത്തരത്തിൽ ഒരു ബില്ല് പ്രഖ്യാപിച്ചത്. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഈ ബില്ല് അംഗീകാരം നൽകുകയും ഇന്ന് ധനമന്ത്രി ബില്ല് അവതരിപ്പിക്കുകയുമാണ് ഉണ്ടായത്. നിലവിലുള്ള ആദായ നികുതി നിയമത്തിന്റെ ലളിതമായ ഒരു പകർപ്പായിരിക്കും പുതിയ നിയമം എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. അത് ഈ ബില്ലിലുള്ള ഉപാധികൾ അടക്കമുള്ളവയുടെ കാര്യത്തിലായാലും അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ കാര്യത്തിലായാലും സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാകും ഈ ബില്ല് എന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 622 പേജുകളാണ് ഈ ബില്ലിൽ ഉള്ളത്. ഇതിൽ നിലവിലുള്ള നികുതി ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരാമർശിക്കുന്നതാണ് ഈ ബില്ല്. മറ്റൊരു നടപടി എന്നുള്ളത് രാജ്യം ഏറെ ചർച്ച ചെയ്ത വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട JPCയുടെ റിപ്പോർട്ടാണ്. സാധാരണ നിലയിൽ ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്നത് തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ തർക്കത്തിലുള്ള ഒരു വിഷയം. അത് സമവായത്തിലൂടെ ഈ സംയുക്ത പാർലമെന്ററി സമിതി യോഗങ്ങളിലൂടെ പലരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഒരു സമവായത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ വഖഫിൽ രൂപീകരിച്ച JPC സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് അതേപടി തന്നെ അംഗീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ശ്രമിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. രാജ്യത്ത് സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്രയും വലിയ പങ്കാളിത്തം ഈ സമിതിയിലേക്ക് അഭിപ്രായങ്ങളുടെ രൂപത്തിൽ എത്തിയിരുന്നു. എങ്കിൽ പോലും അത് എല്ലാം തന്നെ തള്ളിക്കളഞ്ഞു എന്നും പ്രതിപക്ഷാംഗങ്ങൾ നിർദ്ദേശിച്ച 30ഓളം ഭേദഗതികൾ തള്ളിക്കളയുകയായിരുന്നു വോട്ടിനിട്ട് എന്നുമുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. 15 ഭേദഗതികൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ JPC അധ്യക്ഷൻ ജഗദംബിക പാൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 936 പേജുകളുള്ള റിപ്പോർട്ടിൽ 241 പേജുകൾ ഈ പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകളാണ്. ഈ വിയോജനക്കുറിപ്പുകൾ തന്നെ ഒഴിവാക്കി എന്ന വിമർശനമാണ് ഇന്ന് സഭയിൽ ഇരു സഭകളിലും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചത്. തുടർന്ന് ഇക്കാര്യത്തിൽ വലിയ തർക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഉണ്ടാകുകയും രാജ്യസഭയിൽ ആദ്യഘട്ടത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറുമായും ഒപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുമായും പ്രതിപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ വിയോജനക്കുറിപ്പുകൾ ഈ റിപ്പോർട്ടിൽ മുഴുവനും ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇക്കാര്യം തങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിയോജനക്കുറിപ്പുകൾ ചേർക്കുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിച്ച ബില്ലുകളെ പറ്റിയും അതിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും പ്രതിഷേധങ്ങളുടെയും ഒക്കെ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.